ഏശയ്യാ 21 അധ്യായം. ബാബിലോണിന്റെ പതനം. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുണ്ടായ അരുളപ്പാട്. നെഗബിൽ ചുഴലിക്കാറ്റ് വീശുന്നതുപോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയാനകമായ ദേശത്തുനിന്നു വരുന്നു. ഭീകരമായ ഒരു ദർശനം. കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു, വിനാശകർ നശിപ്പിക്കുന്നു. ഏലാം, നീ കയറി ചെല്ലുക. മേദിയ, നീ ഉപരോധിക്കുക. അവൾ നിമിത്തം ഉണ്ടായ നെടുവീർപ്പുകൾക്ക് ഞാൻ അറുതി വരുത്തും. ഞാൻ കഠിന വേദന അനുഭവിക്കുന്നു. ഈറ്റുനോവിന് തുല്യമായ വേദന എന്നെ കീഴടക്കുന്നു. വേദന കൊണ്ട് കുനിഞ്ഞ് എനിക്ക് ഒന്നും കേൾക്കാൻ വയ്യാതായിരിക്കുന്നു. സംഭ്രാന്തി നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ ഹൃദയം പുളയുന്നു. ഭീതി എന്നെ നടുക്കുന്നു. ഞാൻ കാത്തിരുന്ന സന്ധ്യാദീപ്തി എനിക്ക് ഭീതിജനകമായി തീർന്നു. അവർ മേശയൊരുക്കുകയും പരവതാനി വിരിക്കുകയും ചെയ്യുന്നു. അവർ തിന്നുകുടിച്ച് ഉല്ലസിക്കുന്നു. സേനാധിപന്മാരെ, എഴുന്നേൽക്കുവിൻ, പരിചമിനുക്കുവിൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, ഒരു കാവൽഭടനെ നിർത്തുക. അവൻ കാണുന്നത് അറിയിക്കട്ടെ. 2 കുതിരകളെ പൂട്ടിയ രഥങ്ങളെയും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും വരുന്നവരെയും കണ്ടാൽ അവൻ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം. കാവൽഭടൻ പറഞ്ഞു, കർത്താവേ, കാവൽ ഗോപുരത്തിൽ ഞാൻ രാപകൽ കാവൽ നിൽക്കുന്നു. ഇതാ 2 കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു. അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, വീണുപോയി, ബാബിലോൺ വീണുപോയി. അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു. മെതിച്ചു പാറ്റപ്പെട്ടവനെ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നു കേട്ടത് ഞാൻ നിന്നെ അറിയിക്കുന്നു. ഏദോം, അറേബ്യ, കേദാർ. ഏദോമിനെക്കുറിച്ചുള്ള അരുളപ്പാട്. സേറിൽ നിന്ന് ഒരുവൻ എന്നോട് വിളിച്ചു ചോദിക്കുന്നു, കാവൽക്കാരാ, എത്രാം യാമമായി, രാത്രി ഇനി എത്രയുണ്ട്? കാവൽക്കാരൻ മറുപടി പറഞ്ഞു, പ്രഭാതം വരുന്നു, രാത്രിയും. നിനക്ക് അറിയണമെങ്കിൽ മടങ്ങിവന്നു ചോദിച്ചു കൊള്ളുക. അറേബ്യയെക്കുറിച്ചുള്ള അരുളപ്പാട്. ദദാന്യരായ സാർദ്ധവാഹകരെ, നിങ്ങൾ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ വസിക്കും. തേമാന്യരെ, നിങ്ങൾ ദാഹിക്കുന്നവർക്ക് ജലം നൽകുവിൻ, പലായനം ചെയ്യുന്നവർക്ക് അപ്പം കൊടുക്കുവിൻ. എന്തെന്നാൽ അവർ ഊരിയ വാളിൽ നിന്നും കുലച്ച വില്ലിൽ നിന്നും യുദ്ധത്തിന്റെ നടുവിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നവരാണ്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിശം 1 വർഷത്തിനുള്ളിൽ കേദാറിന്റെ സർവ്വമഹത്വവും നശിക്കും. കേദാറിന്റെ വില്ലാളി വീരന്മാരിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്.